സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കണക്കുകളും കാലഘട്ടവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. സർ, എന്തിനാണ് സർ SUCIയുടെ വക്താവായി ഇവിടെ സംസാരിക്കണമെന്ന് ചോദിച്ചത്? നമ്മൾ ഈ സഭയിലിരിക്കുന്ന കക്ഷികൾക്ക് മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ. സാർ, ഈ നാട്ടിൽ എത്ര സംഘടനകളുണ്ട്? അവരെല്ലാം ഏതെല്ലാം തരത്തിൽ സമരം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ ചില സമരങ്ങൾ ന്യായയുക്തമായ സമരമാണ് എന്ന് കരുതി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് CITUവും INTUCയും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ? രാജ്യവ്യാപകമായി സമരം ചെയ്തിട്ടില്ലേ? സാർ, ഇത് അവർ ചോദിക്കുന്നത് കൂടുതലാണ് എങ്കിൽ എന്തിനാണ് സാർ 2014 ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്ന CITU നേതാവ് ശ്രീ എളമരം കരീം ഇവിടെ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്ന് ഇവരുടെ സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് അന്ന് ഇത്രയും ജോലിയില്ല, 2014 അവർക്ക് ഇത്രയും ജോലിയില്ല, ഇതിൻ്റെ പകുതി ജോലിയില്ലാത്ത കാലത്ത് സാർ അവർക്ക് 10,000 രൂപ ആയി അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക 2014. എന്നെ തീർക്കാൻ സമയത്ത് ഞാൻ പോകുള്ളൂ. 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല, സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല. ആ സർക്കാരിൻ്റെ കാലത്ത് 2011-12 അവസാന ബജറ്റിൽ 300 രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്ത്. അത് കൊടുത്തത് എപ്പോഴാണ്? അത് കൊടുത്തത് UDF സർക്കാരാണ്. അത് കൊടുത്തത് മുഴുവൻ തുക 1 രൂപ 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ അവർക്ക് കൊടുത്തിട്ടില്ല. UDF ഗവൺമെന്റ് ആണ് ആദ്യമായി ഓണറേറിയം നൽകി തുടങ്ങിയത്. വെറുതെ ബഹളം ഉണ്ടാക്കില്ലേ, പറയുന്ന കേക്ക്, കണക്കല്ലേ പറയുന്നത്. ഈ നിയമസഭയിൽ നൽകിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ വാക്കൗട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോ. അല്ലല്ല, അങ്ങനെ ബഹളം ഉണ്ടാക്കി പറയാൻ പറ്റും? അങ്ങേക്ക് പറയാൻ പറ്റും? അല്ലല്ല, അങ്ങനെ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ലെന്ന് എവിടെ എഴുതി വെച്ചേക്കണേ? അങ്ങനെയൊന്നും അതിന് ഇല്ലാത്ത റൂളൊന്നും ഉണ്ടാക്കണ്ട. റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ അങ്ങനെയൊന്നുമില്ല സാർ. ഇവിടെ ഒന്നാമത്തെ കാര്യം സാർ. രണ്ടാമത്തെ കാര്യം എന്താണ് സാർ? ഇവിടെ പറഞ്ഞു, മന്ത്രി പറഞ്ഞ കണക്കാണ് സാർ. പല പാർലമെന്റ് അംഗങ്ങളും വല്ല പണിയും ചെയ്യുന്നുണ്ടാന്ന് ചോദിച്ചു സാർ. ഇവിടെ ശ്രീ NK പ്രേമചന്ദ്രൻ ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം കൊടുത്തത്. അതാണ് ശ്രീ രാഹുൽ മാങ്കുടത്തിലൂടെ പറഞ്ഞത്. അതിൽ പറഞ്ഞു, വളരെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ആ ചോദ്യങ്ങൾ മുഴുവൻ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 2024-25 സാർ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇയർ മാർക്ക് ചെയ്തുള്ള പൈസ അല്ല കൊടുക്കുന്നത്, NHMൻ്റെ ഫണ്ടിലാണ് കൊടുക്കുന്നത്. മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം 60-40 എന്ന് പറഞ്ഞത് കറക്റ്റാണത്. 60-40 NHMൻ്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സാർ. NHMൻ്റെ കൊടുക്കാനുള്ള ഫണ്ട് 913 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 815 കോടി രൂപ കൊടുത്തു. ഏത്? ഈ ജനുവരി 25 ആയപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ. ഇനിയുണ്ട് 1.5 മാസം, 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ ബാക്കി 100 കോടി രൂപ കൊടുക്കാനുള്ളൂ. ആ 97 കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം NHMൻ്റെയാണ്, അല്ലാതെ ഇൻസെൻറ്റീവ് അല്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഇൻസെൻറ്റീവ് അല്ല, ഈ ഇൻസെൻറ്റീവിൻ്റെ തുകയല്ല, മൊത്തം NHMന് കൊടുക്കാനുള്ള തുകയുടെ, അല്ലെങ്കിൽ 900 കോടി രൂപ NHMന് കൊടുക്കണോ? അല്ല, ഈ ആശാവർക്കർമാർക്ക് കൊടുക്കണോ? മൊത്തം NHMനുള്ള തുകയിൽ 97 കോടിയാണ് കൊടുക്കാനുള്ളത്. അതിൻ്റെ നിങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലം NHMൻ്റെ ഈ ഷെയർ 40% നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഷെയർ ഒന്ന് ടേബിൾ ചെയ്യാമോ? നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഷെയർ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളിവിടെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് സാർ. പിന്നെ പറഞ്ഞു ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ G. കുമാർ നായിക്, അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ്, പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന മറുപടിയാണ് സിക്കിം ഗവൺമെന്റ് 6,000 രൂപയിൽ നിന്നും 10,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? പാർലമെന്റിൽ കിട്ടിയ മറുപടിയാണ് സാർ. അതിൽ തന്നെ ആന്ധ്രാപ്രദേശ് 7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അകത്ത് പാർലമെന്റിൽ കിട്ടിയ
മറുപടിയിൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. സാർ 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 കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെങ്കിൽ സാർ ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണ പീപ്പിൾസ് ഡെമോക്രസിയിൽ ആശാ വർക്കേഴ്സ് CITUവിൻ്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഹരിയാന ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഇത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം എന്താ, ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റ് സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ആണത് ചെയ്യേണ്ടത്. അവർ നടത്തിയ സമരത്തിലെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന CITU നടത്തിയിരിക്കുന്ന സമരമാണ്. സാർ ഇനി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ ആശാ വർക്കർമാർ സമരം നടത്തി. സാർ അവർ സമരം നടത്തിയത് ഒരു മൈതാനത്താണ്. അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്തത് സാർ? മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെയും ആശാ വർക്കേഴ്സിൻ്റെ യൂണിയൻ നേതാക്കളെയെല്ലാം വിളിച്ചു ചേർത്ത് അവരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് കർണാടക മുഖ്യമന്ത്രി ചെയ്തെന്താണെന്നറിയാമോ? ഹെൽത്ത് കമ്മീഷണറെ ഇവർ സമരം ചെയ്യുന്ന ആ മൈതാനത്ത് വിട്ട് ആ ഹെൽത്ത് കമ്മീഷണർ ഇത് അനൗൺസ് ചെയ്തു 10,000 രൂപയാക്കി ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. സാർ അവരുടെ സന്തോഷം കണ്ടോ? അവരുടെ സന്തോഷം 10,000 രൂപ. സാർ അതാണ് മുഖ്യമന്ത്രി. Yes. Please. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ്. അദ്ദേഹം കൺക്ലൂഡ് വാക്കൗട്ട് സ്പീച്ച് കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കുന്നത്, നിങ്ങളെ ബഹളാണ് കൂടുതൽ. യെസ്, വിൻസെന്റിന്റെ ഒച്ചയാണ് പുറത്തു. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ അവരവരുടെ ആനുകൂല്യങ്ങൾ അത് റിട്ടയർ ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഓരോ തരത്തിൽ. പിന്നെ കേരളത്തിലാണ് സാർ പണ്ട് മുതലേ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും ഏറ്റവും നന്നായി കൊണ്ടുപോകുന്ന സംസ്ഥാനമല്ല കേരളം. എത്രയോ വർഷമായിട്ട് കേരളത്തിലെ ആശാ വർക്കർമാരുടെ ജോലി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉള്ള ആശാ വർക്കർമാർക്ക് ആ ജോലി ഉണ്ടോ സാർ? ഉണ്ടോ? നമ്മൾ അറിയണ്ടേ. അത്രയും ജോലി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് ശരിയാണ്, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോൾ വോളണ്ടിയറായിട്ടാണ് കൊണ്ടുവന്നത്, വോളണ്ടിയർ സർവീസായിട്ടാണ് കൊണ്ടുവന്നത്. 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. 1-2 മണിക്കൂർ ഒരു ദിവസം. ബാക്കിയുള്ളത് ഏതെങ്കിലും ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. ഇപ്പം പറ്റുമോ സാർ? ഒരു ആശാ വർക്കർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? സാർ 12-14 മണിക്കൂറാണ് സാർ ജോലി. സാർ എന്താണ്? കുട്ടികളുടെ ഇഞ്ചക്ഷൻ, കുഷ്ഠരോഗ നിവാരണത്തിന് ഭാഗമായിട്ടുള്ള ഏർലി ഡിറ്റക്ഷൻ, പിന്നെ ഗർഭിണിയെ 3 മാസത്തിനുള്ളിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, വാർഡ് റിപ്പോർട്ട് തയ്യാറാക്കുക, വാർഡ് തല അവലോകന യോഗം നടത്തുക, സബ് സെന്റർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക, പഞ്ചായത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുക, ആരോഗ്യ സംബന്ധിയായ ക്ലാസ് നടത്തുക, ആക്ടിവിറ്റി നടത്തുക, വൾണറബിളായി വ്യക്തികളുള്ള 10 വീടുകളിൽ സന്ദർശനം നടത്തുക, മാസത്തിൽ 4 ദിവസം ഡ്യൂട്ടി. സാർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഈ പാവങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കുത്തിക്കുറിക്കലും കണക്കുമായിട്ട് രാത്രി പാതിര വരെ ഇരിക്കണം. നമ്മളിതൊന്ന് കാണാതെ പോകരുത്. നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ എത്രമാത്രം സമരം നിങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ചെയ്തിരിക്കുന്നു, ഏതെല്ലാം രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിരിക്കുന്നു. ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ചിട്ട് അതിനകത്തിരിക്കുന്ന 4 പേര് വെന്തു മരിച്ച ഒരു സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാർ അങ്ങനെ എത്ര സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവരെ എന്തൊക്കെയാണ്? പാട്ടപ്പിരിവുകാർ, സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കീടങ്ങൾ. പിന്നെ ഇന്നലെ ഒരു CITU നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ പോയപ്പോൾ അവർക്ക് കൊട കൊടുത്തതിന്റെ കൂടെ അവർക്ക് ഉമ്മ കൊടുത്താന്ന്. സാർ നിങ്ങൾക്ക് യോജിച്ചതാണോ? ഈ ആരോഗ്യമന്ത്രി പറയേണ്ടേ അതിന് മറുപടി? ഇയാൾ അത് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളത് പറയണം. അങ്ങനെ ബഹളം ഉണ്ടാക്കി സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടേ പോകും. ഇവിടെ പറയാൻ സമയമുണ്ട്, ബാക്കി ഇവിടെ പുറത്തു പറയാം. സാർ അവരുടെ ജോലി ഭാരം മനസ്സിലാക്കി അവരോട് ന്യായമായ തീരുമാനമെടുക്കണം. സാർ സമരം ചെയ്ത് തെറ്റാണോ? ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി 12-14 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുമ്പോൾ സാർ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം.
സാർ കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ 21,000 രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? അപ്പോൾ അവർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും സാർ? സാർ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം പ്ലീസ് അല്ല, സമയമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. നോ, നിങ്ങളുടെ വാക്കൌട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം, അതോടെ അവസാനിച്ചു അവിടെ വിഷയം. യെസ്, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വാക്കൌട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് വഴി പോകും. യെസ്. ഓർഡർ 11 മിനിറ്റായി. ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ. ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂ. യെസ്. ഓർഡർ. ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ കാൻസലൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി ശ്രീ ആൻസലൻ. ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, അങ്ങനെ പലതും മുമ്പുണ്ടാവും. പറ്റില്ല. അങ്ങനെ പലതും മുമ്പിലുണ്ടാവും.